നമ്മൾ ഇന്ന് ഏതൻ കിച്ചൺ പ്രീമിയം കാറ്ററിംഗ് സർവീസ് ആൻഡ് ഇവന്റ്സ് നടത്തുന്ന ഒരു കിടിലൻ മനസമ്മതം കൂടാൻ പോവാണ് കേട്ടോ. വളരെ കൃത്യതയോടെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഇവന്റിന്റെ മെനു ആണ് കേട്ടോ ഇത്. സ്റ്റാഫ്സിനെയൊക്കെ വളരെ കൃത്യമായ ഗൈഡൻസോട് കൂടിയാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വെൽക്കം ഡ്രിങ്കിന് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസസും അതുപോലെ തന്നെ മൊയ്റ്റോസും ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കോഴ്സ് ആയിട്ട് നല്ല കിടിലൻ ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടവും ഡക്ക് ചോപ്സും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ചൂട് കോയിൻ പൊറോട്ടയും അതുപോലെ തന്നെ പാലപ്പവും എല്ലാം ഇവന്മാർക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. മെയിൻ കോഴ്സില് നല്ല അടിപൊളി ബീഫ് ദം ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ദം ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു. വെജ് സെക്ഷനില് ബട്ടർ പനീറും കൂടെ തന്നെ വെജിറ്റബിൾ പുലാവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഇവന്റിന്റെ A to Z കാര്യങ്ങൾ വളരെ ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ സ്പെഷ്യൽ ഇവന്റ്സും വളരെ അഫോർഡബിൾ റേഞ്ചിൽ കളറാക്കാൻ വേഗം കോൺടാക്ട് ചെയ്തോ നമ്മുടെ ഏതൻ കിച്ചൺ കാറ്ററിംഗ് സർവീസ് ആൻഡ് ഇവന്റ്സ് എരമല്ലൂരിനെ. ഇന്ത്യ ടൂറിസത്തിന്റെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചിയിൽ ലോക വിനോദസഞ്ചാര ദിനം ആഘോഷിച്ചു. ഇന്ത്യ ടൂറിസത്തിന്റെ നേതൃത്വത്തിൽ ലോക വിനോദസഞ്ചാര ദിനം ആഘോഷിച്ചു. ടൂറിസവും സുസ്ഥിരമായ പരിവർത്തനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കേന്ദ്ര ടൂറിസം അസിസ്റ്റന്റ് ഡയറക്ടർ M. നരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭാവിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന ഫോർട്ട് കൊച്ചി, ഇവിടെ ജീവിക്കാനും പ്രവർത്തിക്കാനും ജോലി ചെയ്യാനും അവസരം ലഭിച്ച നമ്മളെല്ലാം ഭാഗ്യവാന്മാരാണ്. കാരണം ലോകത്തിൻ്റെ തന്നെ ഒരു പ്രതിരൂപമാണ് ഫോർട്ട് കൊച്ചി. വിവിധ ഭാഷകളിലുള്ള ആളുകൾ, വിവിധ സംസ്കാരങ്ങളിലുള്ള മതവിഭാഗങ്ങൾ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത രീതികളും സംസ്കാരങ്ങളും സംസാര ഭാഷകളും. ടാക്സി ഡ്രൈവേഴ്സിനും വഴിയോര കച്ചവടക്കാർക്കുമായി ഫോർട്ട് കൊച്ചി പോലീസ് ഇൻസ്പെക്ടർ MS ഫൈസൽ ക്ലാസ് നയിച്ചു. And of course we are celebrating it all over India, all over worldwide, and this program is also an official program. It will be recorded in the ministry, it will be officially reported in the website of the government of India, and it will reach the United Nations World Tourism Organization, no doubt of that. But every year we are doing this program, tourism celebration. Etra tourist vandu, etra paisa India is making, how many tourists ഇവിടെ വന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ, കൗൺസിലർ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്, ഹെറിറ്റേജ് സോൺ ഫോർട്ട് കൊച്ചി സ്പെഷ്യൽ ഓഫീസർ ബോണി തോമസ്, മലബാർ ടൂറിസം കൗൺസിൽ പ്രസിഡന്റ് സജീർ പടിക്കൽ, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ്, മുൻ മേയർ KJ സോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൂറിസ്റ്റുമായി എല്ലാ ദിവസവും അഭിമുഖം വരുന്ന ആളുകളാണ്. ഞാനൊന്നുമല്ല, നിങ്ങളൊക്കെ എല്ലാ ദിവസവും ടൂറിസ്റ്റുമായി വരികയും അവരെന്ത് തരത്തിൽ പറഞ്ഞാലാണ് മനസ്സിലാകുന്നതെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് എന്താണ് താല്പര്യമുള്ളതെന്ന് മനസ്സിലാക്കിയെടുക്കും. അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ഇരിക്കുന്നവരെല്ലാം. അപ്പോൾ അതെല്ലാം ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ നമ്മൾക്ക് കഴിയണം. ആ തരത്തിൽ മറാഠി ക്ഷേത്രത്തിൽ ചെന്ന മറാഠി എങ്ങനെ ഇവിടെ വന്നു, അവരാണ് ഇവിടെയുള്ള ഈ പെർഫ്യൂംസ് എല്ലാം. ഇപ്പോഴും പാരീസിൽ നിന്നൊക്കെ വലിയ വലിയ സെൻറ്റ് എല്ലാവരും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ വാങ്ങുമ്പോൾ അതൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന, ഇപ്പം ആസാമിലും സിക്കിമിലൊക്കെ അവർ തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മാറ്റിയെടുക്കുന്ന ഈ സെൻറ്റുകൾ ചന്ദനത്തൈലവും പുല്ലുതൈലവും ഒക്കെ കൊണ്ടുപോയി അതിനൊക്കെ. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.